Amen.
നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനം വിട്ടു. മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവ് അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് ഒഴിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നു അവർ സമ്മാനിതരാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നു അവർ നഷ്ടം സഹിക്കേണ്ടതായി വരും. എങ്കിലും അഗ്നിയിലൂടെ എണ്ണവണം അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ പാർക്കുമോ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആഗ്രഹവും ഭക്തിയോടുകൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ ഈ ലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടിയായിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന പേര് നൽകിയ സബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, എൽഫയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്ത. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ും
പത്തനംതിട്ട രൂപത രണ്ടാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് 3 നവവൈദികരോടൊപ്പമാണ്. ഈ ഒരു പ്രദേശത്ത് കോന്നി വകയാർ പ്രദേശത്ത് നിന്ന് 3 വൈദികരും. ഈ പ്രദേശത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ അനുഭവത്തിൻ്റെ ഇവിടുത്തെ കുടുംബങ്ങളുടെയും കൂട്ടായ്മകളുടെയും സമർപ്പണത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ്. നാം ഈ അവസരത്തിൽ ഈ 3 സഹോദരങ്ങളെ അത്താഴ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് വിളിക്കുന്ന മലയിലേക്ക് കയറ്റി വിടുമ്പോൾ അതിൻ്റെ പിൻപിൽ ജീവിതം സമർപ്പിച്ചിട്ടുള്ള അനേകരെ ഹൃദയപൂർവ്വം നമ്മൾ സ്മരിക്കുകയാണ്. വകയാർ ഇടവകയും മുളന്തറ ഇടവകയും നെടുമങ്കാവ് ഇടവകയും അവരുടെ ആ സാക്ഷ്യ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ സഫലമായി ഈ മക്കൾ ഇന്ന് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഇടവക സമൂഹത്തിന് തീർച്ചയായും ആഹ്ലാദിക്കാനുള്ള അവസരം കൂടിയാണ് എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ കുലീനമായ 3 കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ നാം ആ കുടുംബങ്ങളെയും അനുസ്മരിക്കുകയാണ്. ഇണ്ടിക്കാട്ടിൽ വകയാറുള്ള ഇണ്ടിക്കാട്ടിൽ പുരാതനമായ കുലീനമായ കുടുംബം, അതുപോലെ തന്നെ നെരിയാറ്റിൽ കുടുംബം, പുരോഹിതന്മാരെ പാരമ്പര്യമനുസരിച്ച് തന്നെ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, മേപ്പുറത്ത് കുടുംബവും ഇതുപോലെ സഭാ ശുശ്രൂഷകളിലും സഭയുടെ കെട്ടുപണിയിലും സജീവമായി ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാരമ്പര്യമുള്ള ശ്രേഷ്ഠ കുടുംബത്തിൽ നിന്നുമാണ്. ആ കുടുംബങ്ങളെ ഈ അവസരത്തിൽ ദൈവസന്നിധിയിൽ, ഈ കൂട്ടായ്മയിൽ സഭ ഒന്നാമെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഒരു പുരോഹിതനെ ഒരുക്കിയെടുക്കാൻ ആ കുടുംബത്തിൻ്റെ നന്മകൾ അനിവാര്യമായിരുന്നു നമുക്കറിയാം. അതോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച് ബലിയർപ്പിക്കുവാൻ അവരഭ്യസിച്ചത് അവരുടെ കുടുംബമാകുന്ന ദേവാലയത്തിൽ നിന്നുമാണ്. അവരുടെ മാതാപിതാക്കൾ ബലിയർപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് ബലിയുടെ ആദ്യപാഠങ്ങൾ പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ വചനം വായിക്കുകയും പഠിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ ഇവർക്ക് സാധിക്കുമായിരുന്നില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടി അവരെ തന്നെ സമർപ്പിക്കാതിരുന്നെങ്കിൽ ഈ ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കി ഇന്ന് ഈ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മക്കൾക്ക് കടന്നു വരാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളുടെ അർപ്പണം
ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നാം അനുസ്മരിക്കുകയാണ്. നിങ്ങൾ ഒരു പുരോഹിതന് രൂപം നൽകുകയായിരുന്നു. അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആത്മാർത്ഥമായ സമർപ്പണവും ത്യാഗവുമുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ അനുസ്മരിക്കും. പാരമ്പര്യത്തിന്, കുടുംബത്തിന്, മക്കൾക്ക് അനുഗ്രഹകരമാകത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തി, നിയന്ത്രിച്ചു. പലതിൽ നിന്നും അകന്നു നിന്നും, അശുദ്ധമായതിൽ നിന്നും, അനീതിക്ക് കാരണമാകാവുന്നതിൽ നിന്നും, ശിക്ഷാവിധിക്കും ശാപത്തിനും കാരണമാകാവുന്നതിൽ നിന്നുമൊക്കെ അവരെ ജാഗ്രതയോടെ അകന്നു നിന്നു എന്നുള്ളത് കൊണ്ട് ഇതാ ഇന്ന് ഈ മക്കൾ ബലിവേദിയിലേക്ക് കടന്നു വരുന്നു. നമ്മളുടെ കുടുംബങ്ങളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പള്ളികളാകാനുള്ളവരാണ് ധാർമ്മിക സഭ എന്നുള്ള നിലയിൽ. നമ്മളുടെ കുടുംബ